ഹരേ കൃഷ്ണ. ഇപ്രകാരം വസുദേവര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കംസനോട്. ഇന്നോ അല്ലെങ്കിൽ ഒരു 100 കൊല്ലം കഴിഞ്ഞുമായിരിക്കും അങ്ങ് മരിക്കുന്നത്. എന്നാൽ മരണത്തെ ഒഴിവാക്കാൻ അങ്ങേക്കാകുമോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാണ് ഇത്രയും കംസ അങ്ങ് പേടിക്കുന്നത്? വാസ്തവത്തിൽ മരണം എന്നാൽ വർത്തമാന പ്രസ്തുത ശരീരത്തിന് നാശം എന്നേ അർത്ഥമുള്ളൂ. ഈ വർത്തമാന പ്രസ്തുത ശരീരത്തിൽ പ്രവർത്തനക്ഷമമാകാൻ സാധിക്കാത്ത ഈ ശരീരത്തിൽ ആത്മാവിന് നിൽക്കാൻ പറ്റാതെ വരും. അപ്പം ഭൗതിക പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ച് നൽകിയ ഈ ശരീരം പെട്ടെന്ന് ആത്മാവ് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ശരീരം ഈ ജീവാത്മാവ് കൈക്കൊള്ളും. ഇങ്ങനെ ശരീരം ജീവാത്മാവിൻ്റെ വർത്തമാന കർമ്മങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് തെരുവിലൂടെ പോകുന്ന ഒരാൾ ഒരു കാലം മുമ്പോട്ട് വെച്ച് ആ തറയുടെ ബലം പരിശോധിച്ചിട്ട് അടുത്ത കാലെടുത്ത് വെക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പട്ടുനൂൽ പുഴു അല്ലെങ്കിൽ പുഴു ഇല നിന്ന് ജീവിക്കുന്ന ഒരു പുഴു ആ ഇല തീരുമ്പോൾ അടുത്ത കമ്പിലേക്ക് ചാടി മറിയുന്നത് പോലെ ശരീരം കടന്ന ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും കർമ്മത്തിന് വേണ്ടി. അപ്പോൾ അങ്ങ് എന്തിനാണ് ഈ നശ്വരമായ ശരീരത്തെ ഓർത്ത്